ഇന്നലെ പുറത്തു വന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടുങ്ങി നിൽക്കുകയാണ് സിനിമാ ലോകം എന്ന് മാത്രവുമല്ല ഒരു ഭൂകമ്പം തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നു. സിനിമാ സംഘടനകൾ സംസ്ഥാനത്ത് ഒരുപാടുണ്ടെങ്കിലും ഈ സ്ത്രീകളെ ചൂഷണമുക്തമാക്കാൻ ഒരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് വന്നത്. സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് ആശയക്കുഴപ്പം പോലീസിന് ഇക്കാര്യത്തിലുണ്ട്. എന്നാലും ഈ റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ഒരു കാര്യം സംബന്ധിച്ചതൊരു അക്ഷരാർത്ഥത്തിൽ ഷോക്കായി ഇന്നലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഷെബീദ് റാവുത്തർ ചെന്നു തിരുവനന്തപുരം നിന്ന്. ഷെബീദ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് ഞെട്ടലൊന്നുമല്ല സമൂഹത്തിലാകെ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ കൊടികുത്തി വാണിരുന്ന ഇത്തരം ക്രൂര പ്രവർത്തനങ്ങൾ, അതിന്റെ അടക്കം ചില വളരെ വിശദമായിട്ടുള്ള മൊഴികളടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. കാസ്റ്റിംഗ് കൗച്ച് സജീവം, അതിനപ്പുറത്തേക്ക് അവസരം കിട്ടണമെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം. അത് നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, പ്രൊഡക്ഷൻ കൺട്രോളർ അടക്കമുള്ള ആളുകളുടെ താല്പര്യത്തിന് വഴങ്ങണം. സിനിമയിലേക്ക് എത്തും മുൻപേ താല്പര്യമുള്ളവരാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകൾ. അങ്ങനെ തുടങ്ങുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതിഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി തന്നെ ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. പല കഥകളും കേട്ടുകൊണ്ടിരുന്നപ്പോൾ വേദനയുണ്ടാക്കുന്ന സംഭവമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അതിനുമപ്പുറത്തേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം നടത്തുന്ന ലൈംഗിക ക്രൂരതയുടെ അടക്കം വിവരങ്ങൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. തൊഴിൽ പീഡനം അത് കാര്യമായി ഉണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ ചില ഇഷ്ടക്കാർ, ഒരു 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകളടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ ഗൌരവമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഇത്രയും നാൾ 5 വർഷം, 2019 ശേഷം 5 വർഷം ഇതെങ്ങനെ സംസ്ഥാന സർക്കാർ മേശപ്പുറത്ത് വെച്ചു ഇത്ര ഗൌരവമുള്ള കണ്ടെത്തൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു തരത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താവുന്ന വിഷയമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും സംസ്ഥാന സർക്കാർ മൗനം പാലിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടൽ വേണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഏറെക്കാലമായി സർക്കാർ തന്നെ പറയുന്ന സിനിമാ നയം എന്ന് രൂപീകരിക്കുമെന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത മാസം സിനിമാ നയത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞ കാര്യം. രണ്ടാമത് റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്ന ട്രൈബ്യൂണലാണ്, സിനിമാ ട്രൈബ്യൂണലാണ്. റിട്ടയർഡ് വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരിക്കണം ട്രൈബ്യൂണൽ അധ്യക്ഷ എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് നടപ്പിലാക്കാൻ സർക്കാരിന്റെ മേൽ സമ്മർദ്ദമേറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഈ സിനിമാ കോൺക്ലേവ് നടത്തി വിശദമായ ചർച്ച സർക്കാരിന്റെ ആലോചനയിലുണ്ട്. അതിന് സർക്കാരും പ്രതിപക്ഷവും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളും സഹകരിക്കണം. അതിൽ ഇതുവരെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ ഒരു പ്രതികരണം സിനിമാ മേഖലയിലെ ഒരു സംഘടനകളും ഇതുവരെയും നടത്തിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിലവിലിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നിയമ നടപടി എന്നുള്ളത്. എഫ്ഐആർ ഇട്ട് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും പല സംഭവങ്ങളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ചില വിഷയങ്ങളിലെങ്കിലും കേസെടുക്കുമോ, അതിന്റെ ലീഗൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അക്കാര്യത്തിലും ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വലിയ സമ്മർദ്ദമേറിയിട്ടുണ്ട്. സർക്കാർ ഇനിയെടുക്കുന്ന തുടർ നീക്കങ്ങൾ അത് ഈ വിഷയത്തിൽ സിനിമാ മേഖലയുടെ സമഗ്ര മാറ്റത്തിനുള്ള നയരൂപീകരണത്തിലടക്കം അത് എങ്ങനെയാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിന് വലിയ പുലിവാലായി. ഇങ്ങനെയുള്ള സ്ത്രീ അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ നടക്കുമ്പോൾ പോലീസിന് നോക്കുകുത്തിയായിട്ടിരിക്കാൻ കഴിയില്ല, കേസെടുക്കേണ്ടതായിരുന്നു എന്നുകൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, നിയമം അറിയുന്ന ജസ്റ്റിസ് ഹേമ അഭിപ്രായപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ആ ഭാഗത്ത് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ക്രൈം എത്ര പഴകിയാലും അതിൽ കേസെടുക്കാൻ അധികാരമുണ്ട് താനും. അപ്പോൾ എല്ലാം കൊണ്ടും സർക്കാർ മാത്രമല്ല സിനിമാ സംഘടനകളും പലരും വെട്ടിലായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു. ഗുഡ് മോർണിംഗ് സീന. എല്ലാവരും ഒരു കുടുംബമാണെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ആശ പറയുന്നു, സിംഗപ്പൂരിൽ നിന്നുകൊണ്ടാണ് ആശ പറയുന്നത്, പോകുമ്പോൾ ഒന്ന് പറഞ്ഞു വെച്ച് പോയിക്കൂടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖം തോന്നുക. കാരണം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ അമ്മയൊക്കെ ചോദിക്കില്ലേ, നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി പറഞ്ഞിട്ട് പോവാം.
അപ്രതീക്ഷിതമായ സാഹചര്യത്തിലൊക്കെ ചില യാത്രകൾ വേണ്ടി വരുമ്പോൾ മാത്രമേ ഞാൻ ഈ മോർണിംഗ് ഷോയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. ഈ നിങ്ങൾക്കൊരു അഡിക്ഷൻ ആയിട്ടുണ്ട് ഈ മോർണിംഗ് ഷോ എങ്കിൽ അതിനേക്കാളും വലിയ അഡിക്ഷനാണ് എനിക്ക്. രാവിലെ ഈ മോർണിംഗ് ഷോ ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തോ ഒരു ഇതുപോലെ. ഇതെന്തോന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ്. അത് നമുക്ക് അന്നത്തെ ഈ നമ്മൾ രാവിലെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖക്കുറവ് വരില്ലേ, അതുപോലൊരു സുഖക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളെക്കാളും ഈ സ്ക്രീനിൽ ഈ രാവിലെ വന്ന് ഇങ്ങോട്ട് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ അടിച്ച് വാർത്തകളൊക്കെ പറഞ്ഞ് പോകുന്നത് എനിക്ക് വലിയൊരു താല്പര്യമാണ്. മാത്രമല്ല അത് അക്ഷരാർത്ഥത്തിൽ എനിക്കും ഒരു അഡിക്ഷനായി മാറിയിട്ടുണ്ട്.